കുട്ടിക്കളി മാറാത്ത പ്രായം, സൗഹൃദങ്ങളും കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങളും ചേർത്തുവെച്ച കൗമാരം, കുടുംബത്തിന്റെ അത്താണിയായി മാറുമെന്ന സ്വപ്നങ്ങൾ. തലയ്ക്കു പിന്നിലേറ്റ ആഘാതം കേരളത്തിനാകെ മരവിപ്പായി. വെറും 15 വയസ്സുകാരനെ സമപ്രായക്കാർ തല്ലിക്കൊന്നു. കുട്ടിക്കളി തീക്കളിയാണെന്ന് പറഞ്ഞ് ഒടുവിൽ മരണക്കളിയായി. കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയായ താമരശ്ശേരി എളയറ്റിൽ MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം തരം വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസ് നാടിന്റെ മുഴുവൻ നടുക്കമായി. എല്ലാത്തിനും തുടക്കം ഞായറാഴ്ച ട്യൂഷൻ സെന്ററിൽ നടന്ന സെൻഡ് ഓഫ് പരിപാടി. ഒരു സ്കൂളിലെ കുട്ടികൾ ഡാൻസ് കളിച്ചപ്പോൾ മറ്റൊരു സ്കൂളിലെ കുട്ടികൾ കൂകി. പിന്നാലെ ചേരിതിരിഞ്ഞ വാക്കുതർക്കം. കൈവിട്ടുപോയ കൗമാരത്തിന് അപമാനമായി തോന്നുന്ന കാലം. ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥി പോലുമല്ലാത്ത മുഹമ്മദ് ഷഹബാസിനെ വീട്ടിൽ നിന്ന് വിളിച്ചുവരുത്തി. പിന്നെ കണ്ടത് പ്രാകൃതമായ ആൾക്കൂട്ട വിചാരണ. നിലത്തിട്ട് ചവിട്ടി മെതിച്ചു. ഒരു കൂട്ടർ ഇതെല്ലാം ഫോണിൽ പകർത്തി ആസ്വദിച്ചു. കൺമുന്നിൽ മക്കളുടെ പ്രായമുള്ള കുട്ടികൾ പരസ്പരം തല്ലി നോവിക്കുമ്പോൾ ഇടപെടാൻ പോലുമാകാത്ത നിസ്സഹായത. ഇവിടെ വൈകിട്ട് ഒരു 4 മണി തൊട്ട് ഇവിടെ ചെക്കന്മാരിവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഒരു 10-30 ആൾ ഇവിടെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ അന്വേഷിച്ച് എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കണമെന്ന് ചോദിച്ചു. ഒന്ന് ചുമ്മാ നിൽക്കാനൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഏകദേശം 4 മണി തൊട്ട് അവരിവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു 5 മണി 5:30 ഒക്കെ ആയപ്പോഴാണ് അടി നടക്കുന്നത്. നമ്മൾ ഷോപ്പിൽ തിരക്കിലാണ്. അടി നടക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ടായിരിക്കുന്ന അടി. അവിടെ കൂടി നിന്ന് അവിടെ നിന്ന് ഓരോന്ന് വാക്കേറ്റം നടന്നു. അവരങ്ങനെ അവിടെ ഇവിടം വരെ അടി കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ 2 വിഭാഗമായിട്ടാണെന്നാണ് തോന്നുന്നത്. എത്ര ആളുകളെങ്ങനെ അറിയില്ല. അവർ നമ്മളെ ഷോപ്പ് തിരക്കിനിടെ ഇറങ്ങി വന്നു. പിടിച്ചു മാറ്റിയപ്പോൾ കുറച്ച് ആൾ ആ സൈഡിലേക്ക് കുറച്ച് ആൾ ഈ സൈഡിലേക്കും അങ്ങ് പോയി. അപ്പോൾ പുറത്താക്കിയതിന് ശേഷം വീണ്ടും അവർ അവിടുന്ന് വീണ്ടും തല്ലുകൂടി, വീണ്ടും അടികൂടി. അതന്നെ കാര്യമായിട്ട് പൊറുക്കാനാകുന്ന കുസൃതിയായിരുന്നില്ല കരുതിക്കൂട്ടിയുള്ള കൊലപാതകം. വധശിക്ഷ വിധിക്കാൻ സമൂഹമാധ്യമത്തിൽ ഗ്രൂപ്പുണ്ടാക്കി. കൂട്ടത്തല്ലിൽ മരിച്ചുപോയാലും കേസാകില്ലെന്ന് സംഘാംഗങ്ങൾക്ക് സന്ദേശം നൽകി. ഞാനൊരു കാര്യം പറഞ്ഞു, ഷാബാസ് ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവൻ്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. എൻ്റെ വാപ്പ വിളിച്ചിരുന്നു. എൻ്റെ ഫുള്ളാ കൂട്ടത്തല് മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ പോലീസ്. ഏട്ടാ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത്. പിന്നെ അതിന് ഇവരൊന്നും വെള്ളിയാഴ്ചത് 2 ദിവസം കേട്ട. അത് മാത്രമല്ല അടിയിൽ പൊട്ടും മുറിയും കാര്യങ്ങളൊന്നും ശരീരത്തിൽ കാണാൻ കഴിഞ്ഞില്ല. അത് അന്ന സമയത്ത് തന്നെ കുട്ടി അവിടെ വീണ്. പിന്നെ ബന്ധക്കാരും ഉപ്പാൻ്റെ അനിയനും ജ്യേഷ്ഠനൊക്കെ വന്ന് ഞാൻ നോക്കിയപ്പോൾ പിന്നെ ഛർദ്ദിച്ചപ്പോൾ എന്താക്കി നേരെ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അവിടുന്ന് ഡോക്ടർമാർ മറ്റുള്ള ആളുകളൊക്കെ അതിൻ്റെ വേണ്ട ചികിത്സകളും മറ്റുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ സ്പോട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് നെക്സ്റ്റ് ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിൽ എത്തിക്കണം. അവിടെ തന്നെ ICU ആംബുലൻസിൽ നമ്മൾ എന്താക്കി നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നപ്പോൾ അവിടുന്ന് ഡോക്ടർമാർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 70% പിന്നെ ഒരു പ്രതീക്ഷ വേണ്ട എന്നുള്ളതാണ്. കാരണം അടിയുടെ വെയിറ്റ് അത്രയും വലിയൊരു അടിയാണ് കിട്ടിയത്. ഒന്ന് പെടലിൻ്റെ ഈ ഭാഗത്തുള്ള അടി, അതിൽ ബ്ലഡ് കോട്ടായിങ്ങാൻ തലച്ചോറിൽ ഇളകിപ്പോയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ അടി ഈ ഇവിടെയുള്ള പൊട്ടൽ, കണ്ണ്, അങ്ങനെ നല്ലൊരു അടിയാണ് വന്നത്. അത് വെയിറ്റുള്ള ഒരാളടിക്കുന്ന ഒരു അടിയാണ്. അതല്ലാതെ വീണതോ അല്ലെ കമ്പി വെച്ച് അടിച്ചതോ ഒന്നുമല്ല. പിന്നെ അത്രയും വെയിറ്റുള്ള ഒരാളുടെ അടിൻ്റെ അഗാധം കൈകൊണ്ടാകാനാണ് സാധ്യത. കാരണം വടി കൊണ്ടൊക്കെ അടിച്ചിട്ടാണെങ്കിൽ പോലീസ് പറയുന്നത് നെഞ്ചക്ക് പോയി. അതായത് നെഞ്ചക്ക് എന്ന് പറഞ്ഞാൽ ഇത്രപോലുള്ള ഒരു സാധനമാണ്, വലിയ വലിപ്പവും കാര്യങ്ങളില്ല. അത് ഈ അടിയിൽ അത് പ്രസ് ചെയ്യുക. ഈ പ്രസ് ചെയ്യലോടുകൂടി എന്താക്കും ഇവിടെ കലങ്ങി പോവുക. അങ്ങനത്തെ ഒരു അടിയാണ് വന്നതെന്ന് പറഞ്ഞു.
ആ അടിയോടുകൂടിയാണ് ഈ ഇഞ്ചുറി ഈ സംഗതി ഉണ്ടായത്. മർദ്ദനമേറ്റ ഷഹബാസ് കൂട്ടുകാർക്കൊപ്പം വീട്ടിലേക്കെത്തുമ്പോൾ തലച്ചോറിനുള്ളിൽ രക്തം കട്ട പിടിച്ചു തുടങ്ങിയിട്ടുണ്ടാകും. മകൻ എന്തു പറ്റിയെന്ന വീട്ടുകാർ അറിയുമ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയിരുന്നു. ഷഹബാസ് 7 മണിൻ്റെ അടുത്താണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ഒരു 5 മണിക്കാവും വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോയത്. അവൻ ചായക്ക് കടി വാങ്ങാൻ വേണ്ടിയിട്ട് ക്യാഷും കൊണ്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് പിന്നെ ഞാൻ ഉള്ളിൽ ബ്രഷൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴേക്ക് വന്നു കഴിഞ്ഞ് ബെഡിൽ കമന്ന് വീണ് കിടക്കുക. പിന്നെ ഒന്നും സംസാരിക്കുന്നില്ല. പിന്നെ ഒന്ന് ഛർദ്ദിച്ചു. അതിൽ ഞങ്ങളെല്ലാം തളം തെറ്റി. എന്താണെന്ന് അറിയുന്നില്ലല്ലോ. നമുക്ക് നീതി കിട്ടണം. വേറെ ഒരാൾക്കും ഈ ഒരു അവസ്ഥ വരാൻ പാടില്ല. ഒരേറ്റുപറച്ചിലിനും ആ പിതാവിന്റെ ഹൃദയനോവിന് മരുന്നാകാൻ കഴിയില്ല. ഷഹബാസ് എങ്ങനെയാണെന്ന് പറയടാ. ഫുള്ള് അലമ്പായിക്കുന്ന കേട്ട് എൻ്റെ സീൻ്റേതാ ഈ ഇങ്ങനെ ചൊറ ഒഴിവാക്കിക്കൊണ്ടാ. ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ ഒഴിവായിക്കൊണ്ടോ. എന്താ എനിക്കെന്താ പ്രശ്നമുണ്ടോ? ഷഹബാസേ എന്തേലുണ്ടേ പൊരുത്തപ്പെട്ട കേട്ടോ. ഞാൻ എന്നോട് കുറേ പറഞ്ഞല്ലേ മോനെ, ഞങ്ങൾ ചൊറക്ക് നിൽക്കില്ല. ഇനി പിന്നെയും ഇനി ഞങ്ങൾ നിന്നിട്ടും എന്നോട് ചൊറക്ക് നിന്നില്ലല്ലോ. ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞോ? ഇല്ലല്ലോ. ഈ മുകളിൽ അയച്ച മെസ്സേജ് ഒക്കെ ഞാൻ എന്നോട് നല്ലോണമല്ലേ പറഞ്ഞത്. പിന്നെ എന്നോട് ഞങ്ങൾ ചൊറ ഒഴിവാക്കാനായിട്ട് നിൽക്കുക. ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും വന്നതാണ്. പിന്നെ അന്നേത്തെ പ്രശ്നം ഞങ്ങളാരും മനസ്സിൽ പോലും വിചാരിച്ചില്ല. ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ട്യൂഷനും കഴിഞ്ഞ് വരികയാണ്. ഇപ്പം നിങ്ങൾ എംജെയുള്ള ഏതോ ചെക്കന്മാർ ഞങ്ങളെ വിളിച്ച് പിന്നെ എല്ലാം കൂടി വിളിയായി. എല്ലാവരും കൂടി ആയിട്ട് എത്തിയതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇനിയാണ് എന്നോട് മാത്രമായിട്ട് പെരുഞ്ചല്. ഞാൻ എന്തേതാ പിന്നെ ചെയ്യേണ്ടി ഇനി പറഞ്ഞോണ്ടാ. പിന്നെ കൂട്ടതല്ലായി. ഇങ്ങനെ കണ്ടല്ലേ ഒക്കെ. എന്തേലും ഉണ്ടേ പൊരുത്തപ്പെട്ടിട്ടോ. പക്ഷെ പൊരുത്തപ്പെട്ട് കൊണ്ടിട്ടോ. കൊന്നുകളയാൻ മാത്രമുള്ള ഒരു തെറ്റും ആ കുട്ടി ചെയ്തിട്ടില്ല. ഷഹബാസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ നല്ലൊരു വിദ്യാർത്ഥിയായിരുന്നു. ഏതെങ്കിലും രീതിയിലുള്ള അച്ചടക്കലംഘനം കാണിച്ചതായി ഞങ്ങളുടെ അറിവിൽ വന്നിട്ടുമില്ല. ഇത് സംഭവിച്ചത് പിന്നീട് പുറത്തുനിന്ന് ഏതെങ്കിലും രീതിയിൽ കുട്ടിയെ ഗ്രൂപ്പായിട്ട് വിളിക്കുകയോ സോഷ്യൽ മീഡിയ വഴിയോ ഒക്കെ ഉണ്ടാകുന്ന സംഭവങ്ങളാവാനാണ് സാധ്യത. സ്കൂളിൽ ഞങ്ങൾ സെൻഡ് ഓഫ് നടത്തിയ സമയത്ത് കഴിഞ്ഞ 13-ാം തീയതിയാണ് സ്കൂൾ സെൻഡ് ഓഫ് നടന്നത്. പുറത്തുനിന്ന് ആരും വരാത്ത രീതിയിൽ സെൻഡ് ഓഫ് നടത്തുകയും അത് കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ മുഴുവനും സ്കൂൾ ബസ്സിൽ തന്നെ വീട്ടിലേക്ക് ഓരോ സ്ഥലത്തേക്ക് വിടുകയും പിന്നീട് ക്ലാസ് ഗ്രൂപ്പുകളിൽ ആ കുട്ടികൾ അവിടെ എത്തിയെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി രക്ഷിതാക്കൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾക്ക് അതിന് നല്ലൊരു അഭിനന്ദനം സമൂഹത്തിൽ നിന്ന് തന്നെ കിട്ടി. ഞങ്ങളുടെ സ്കൂളും കോരങ്ങാട് ഗവൺമെൻറ് ഹൈസ്കൂൾ താമരശ്ശേരിയും അടുത്ത് നിൽക്കുന്ന സ്കൂളൊന്നുമല്ല. ഏകദേശം ഒരു 10 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള സംഘർഷം കുട്ടികൾ തമ്മിലോ സ്കൂളുകൾ തമ്മിലോ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുമില്ല. ഷഹബാസ് നല്ല മിടുക്കനായിരുന്നു. അതേപോലെ 3 വർഷം അവിടെ പഠിച്ചെങ്കിലും ഒരു കാരണത്തിന് അവനൊന്ന് വിളിച്ച് നമുക്കൊന്ന് താക്കീത് കൊടുക്കേണ്ടതായിട്ടും അല്ലെങ്കിൽ ഷഹബാസ് എന്തുകൊണ്ട് ഞങ്ങൾ ചെയ്തു എന്ന് പറയേണ്ടതായിട്ടുള്ളൊരു വഴക്ക് പറയേണ്ട ഒരു അവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല. നല്ല മിടുക്കനായിരുന്നു. ഞങ്ങളിപ്പം ക്ലാസ്സിൽ റൂമിൽ നമ്പർ ഇടാണ് പരീക്ഷയ്ക്കുള്ളത്. അപ്പോൾ ഈ നമ്പർ അവിടെ വരുന്ന സമയത്ത് ഞങ്ങൾക്കത് എഴുതാൻ തന്നെ കഴിയാത്തൊരവസ്ഥയാണ്. കുട്ടികൾക്കും വന്നിരിക്കുമ്പോൾ നല്ല പ്രയാസമായിരിക്കും. കുറച്ച് സാഹചര്യത്തിൽ 2 ദിവസമൊക്കെ ശരിക്കും പ്രയാസങ്ങളുണ്ടാവും. നമുക്ക് പറയുകയല്ലാതെ എത്രമാത്രം അവർക്കത് സ്വീകരിക്കാൻ കഴിയുമെന്ന് നമുക്കറിയില്ല. കഴിയുന്നതും വിറ്റ്നസ് ചെയ്യാൻ ശ്രമിക്കും. എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നറിയാതെ നാടാകെ മരണത്തിന്റെ മൂകത. ട്യൂഷൻ സെൻ്ററിലുള്ള കുട്ടിയല്ല ഓന് പിന്നെ MJ സ്കൂളിലെ കുട്ടിയാണ്. കോരങ്ങാട് സ്കൂളിലുള്ള കുട്ടികളും MJയിലുള്ള കുട്ടികളും ട്യൂഷൻ സെൻ്ററിലുള്ള കുട്ടികളും കൂടിയിട്ട് തന്ത്രപൂർവ്വം ചെയ്തു വെച്ചൊരു സംഭവമാണത്. അല്ലാതെ ഇവന് പോലും അറിയില്ല. ഒന്നും പോവില്ല. കാരണം സ്കൂളിൽ ഇതിലെ പോവുക
ആരെങ്കിലും ഫ്രണ്ട് വന്ന് കൂട്ടിക്കൊണ്ടുപോകും, തിരിച്ച് ഇവിടെ കൊണ്ടായിരിക്കും. പിന്നെ 4-5 ആളുണ്ട്, പോവും വരും പഠിക്കും. അതിൻ്റെ തലേന്ന് അവൻ ഇരുന്ന് പഠിച്ച്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ നിന്നിലൊരു ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ട്. അതില്ല, ആയിക്കോട്ടെ ചേച്ചി, ഞാൻ നല്ല പഠിക്കും, എന്തായാലും 10ാം ക്ലാസ് ഞാൻ പാസ്സാവും, അതുകൊണ്ട് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. ഞാൻ പറഞ്ഞു, മോനെ എനിക്ക് പേപ്പറിൽ നോക്കണം കേട്ടോ, എനിക്ക് കാണണം കേട്ടോ. ഓ ആയിക്കോട്ടെ, ഞാൻ നല്ല പഠിച്ചെഴുതൂ, ഞാൻ നല്ല തലേന്ന് മോന് നല്ല പഠിച്ചിക്ക് ഇരുന്ന് അങ്ങോട്ട് വായിക്കുക ചെയ്യുക. പക്ഷേ അവൻ്റെ വിധി ഇതായിരിക്കും എന്ന് പറയല്ല, അതൊന്നും പറയാനില്ല അവനെ കൊണ്ട്. അത്രയും നല്ല നിഷ്കളങ്കനായ ഒരു മോനാണ് അവന്. വൈകുന്നേരം ചായക്ക് കടി വേണമെന്ന് പറഞ്ഞു. ആ ചായക്ക് കടിക്ക് ഒരു 100 ഉറുപ്പികയും കൊടുത്ത് ഇവനെ പറഞ്ഞേച്ചതാണ്. തിരിച്ച് വരുന്നത് വേറൊരു കോലത്തിലാണ്. അപ്പോൾ ഇവനെന്താ സംഭവിച്ചതെന്നൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ഇവന് ഇവിടെ നിന്ന് ഇറങ്ങി പുറത്തൊക്കെ ഇറങ്ങി ഇവനെയും വണ്ടിമേലറ്റം കയറ്റി അവനെ കൊണ്ടുപോയിട്ട് ഇവനെ അടിച്ച് ശരിയാക്കി പരുവത്തിലാക്കി കൊന്ന തന്നെയാണ് ശരിയാ. അവന്റെ മുഖത്ത് നോക്കാൻ പോലും ആകാതെ പ്രിയപ്പെട്ട കൂട്ടുകാർ. അടിയല്ല, ഇത് ആളില്ലപ്പോൾ ആള് പോയി. കാരണം ഇതിൻ്റെ കാരണം എന്താണ്? ഇന്ന് വലിയ എന്തോ കാരണമുണ്ടോ? ഒരു കാരണമില്ല. ഇത് കൊലപാതക. 16 വയസ്സ് ഞങ്ങളെ ഏജുള്ള ആൾക്കാർ, ഇതിനകത്തുള്ള എന്താ കാര്യമുള്ള ഉള്ളത്? ഓൻ പോയി, ഇനി പറഞ്ഞ കാര്യമില്ല. ഇപ്പം ഇങ്ങനെ ചെയ്താലാന്ന് ഗ്രൂപ്പിലെ വോയിസ് ഇട്ടില്ലേ, കുഴപ്പമൊന്നുമില്ല, എന്ത് കുഴപ്പമില്ല, എന്തോ ചെറിയ പ്രശ്നമാണ്, സംസാരിച്ച് തീരാൻ മാത്രമുള്ള പ്രശ്നമേ ഉള്ളൂ. അല്ലാണ്ട് ഞങ്ങളെ പറയാനുള്ള ആൾക്കാർക്ക് കൊല്ലാൻ മാത്രമുള്ള ഉദ്ദേശം എന്തുണ്ടാകാൻ? ഓല കയ്യിലുണ്ട്, ആ വോയിസിലും പറഞ്ഞല്ലോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടല്ലാണ്ട് അത്ര പെട്ടെന്ന് അത്രയൊക്കെ പറ്റാൻ പിന്നെന്താ ചെയ്യുക? ഇപ്പോൾ ഒരാളെ കൊല്ലണം എന്നല്ലേ വിലയിൽ പറഞ്ഞതേ, അതിനിപ്പോൾ അങ്ങനല്ലേ വരും. പക്ഷെ എത്ര ദേഷ്യം ഉണ്ടാകാൻ അവനെന്താ ഇവരോട് ചെയ്തതെന്നുള്ളതാണ്. ഒരാവശ്യമില്ലാണ്ട് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ കൊല്ലേണ്ട ആവശ്യമൊക്കെ എന്ത് ചെയ്താളേ? ഇത്രയും ചെറിയൊരു പ്രശ്നം ഇങ്ങനെ ആക്കേണ്ട എന്തേ? ഓൽക്കാണെങ്കിൽ ഒരു പേടിയില്ലല്ലോ, എന്തായാലും ഓല് ഇറങ്ങിപ്പോലും ജാമ്യം കിട്ടുന്നുള്ളതിലല്ലേ നിൽക്കുന്നത്. അടി എല്ലാ സ്കൂളും ഉണ്ടാവണതാണ്. അത് ഇപ്പോഴും ചിലപ്പോൾ അടി എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിൽക്കില്ല, ചിലപ്പോൾ ഇനിയും ഉണ്ടാവും. പക്ഷേ ആക്കാൻ ഞങ്ങൾ സംസാരിച്ച് ഞങ്ങൾ തീർക്കണതാണ്. അവിടെ കഴിയും. പിന്നെ അത് വിചാരിച്ച് ഓരോരുത്തർ കൊല്ലാൻ വേണ്ടി ഒരു സാധനം എടുത്ത് വരെ അറിയുന്നത് നമ്മൾ ഇതുവരെ ആലോചിക്കില്ലാത്ത കാര്യമാണ്. കാരണം നമ്മൾ 4 ആൾക്കാരെ കാണ്ടിയല്ലേ. പ്രതിപട്ടികയിലുള്ളവരെ വിളിക്കേണ്ടത് ക്രിമിനലുകളെന്നോ കുട്ടികളെന്നോ? ചെയ്തു പോയ ക്രൂരതയുടെ ആഴം പോലും തിരിച്ചറിയാനാകാത്ത പ്രായം. കമ്മീഷൻ ഇപ്പോൾ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അത് പോലീസും അതുപോലെ തന്നെ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും നമ്മൾ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വളരെ കാര്യക്ഷമമായ ഇടപെടലുകൾ കമ്മീഷന് ഭാഗത്തുനിന്നുണ്ടാകും. മാനസികാരോഗ്യം കുറഞ്ഞു വരുന്നതിൻ്റെ കാരണങ്ങൾ പ്രധാനപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ വിഷയങ്ങൾ അടക്കം പരിശോധിച്ചിട്ട് അതിനുള്ള പരിഹാര മാർഗങ്ങൾ കമ്മീഷൻ നിർദ്ദേശിക്കും. ഒന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് കൈയൊഴിയാൻ ശ്രമിക്കുകയാണ് ട്യൂഷൻ സെന്റർ നടത്തിപ്പുകാർ.
നമ്മുടെ സ്ഥാപനത്തിൽ ഫെയർവെൽ പാർട്ടിക്കിടെ ഒരു 2 വിഭാഗം സ്കൂളുകളും തമ്മിൽ ഉണ്ടായിട്ടുള്ള ചെറിയൊരു സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ക്രമം നമ്മൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഇന്നലെയാണ് ഇവിടെ ഈ രീതിയിൽ 2 വിഭാഗം 2 സ്കൂളുകൾ ഉള്ള കുട്ടികൾ സംഘടിക്കുകയും ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ആ ദിവസം നമ്മളെ സംബന്ധിച്ച് സ്ഥാപനത്തിന് അവധിയായിരുന്നു. നമ്മളാരും തന്നെ ഇവിടെ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ കോയമ്പത്തൂരായിരുന്നു. അതുപോലെ തന്നെ പല ഭാഗങ്ങളിലായിരുന്നു. കാരണം ആ ദിവസം അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലേക്ക് നമ്മൾ വന്നിട്ടില്ലായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് ഇവിടുന്ന് നാട്ടുകാരെ അറിയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു വലിയ സംഘർഷം ഇവിടെ ഉണ്ടായി ഒരാൾക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരം നമ്മൾ അറിയാൻ സാധിച്ചത്. ഇപ്പോൾ നമ്മുടെ എളേറ്റിലായാലും താമരശ്ശേരി GBHSലായാലും ഒക്കെ സെൻഡ് ഓഫ് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ വളരെ സുരക്ഷിതമായി ആ സെൻഡ് ഓഫിന് ശേഷം കുട്ടികൾ വീട്ടിലെത്തിയെന്ന് പ്രധാന അധ്യാപകരൊക്കെ ഉറപ്പിക്കുകയും അതൊക്കെ വളരെ സേഫായിട്ട് നടക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതൊരു ട്യൂഷൻ സെൻറ്ററിൽ നടത്തിയ പരിപാടിയിലാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു ദുര്യോഗം സംഭവിച്ചിരിക്കുന്നത്. ട്യൂഷൻ സെൻറ്ററുകളെ സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നേരിട്ടുള്ള നിയന്ത്രണം ഇല്ലാത്തതാണ്. ഇപ്പോൾ DJ പാർട്ടി എന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുട്ടികൾ സംഘർഷം ഉണ്ടാകുന്ന തരത്തിൽ അവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിനെക്കുറിച്ച് വളരെ ഗൗരവമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊറ്റപ്പെട്ട സംഭവമല്ല. ഓരോ നാട്ടിലും എന്നോ സംഭവിക്കുമായിരുന്ന ആപത്ത്. പല കുറി ഒഴിഞ്ഞുമാറിയ ദുരന്തം ഇക്കുറി ഒരു ജീവനെടുത്തു. ഇത് കുട്ടിക്കളിയല്ല, കൈവിട്ട കളിയാണ്. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഗ്യാങ്ങുകളിൽ ഓരോ ഗ്രൂപ്പുകളിൽ നമ്മൾ പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഓരോ ഗ്രൂപ്പിനും ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സ് ഉണ്ട്, ഒരു സൈക്കോളജി ഉണ്ട്. ആ ഗ്രൂപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഫാക്ടേഴ്സിൽ എനിക്ക് ഒറ്റയാനായിട്ട് നിന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു, ആ ഗ്രൂപ്പ് ചെയ്യുന്നതാണ് ഞാനും ചെയ്യുന്നത്. ഈ കൂട്ടത്തിൽ എല്ലാ കുട്ടികൾക്കും ഈ മകനെ ഉപദ്രവിക്കണമെന്നോ അടിക്കണമെന്നോ ഇല്ലെങ്കിൽ പോലും ഒരു ഗ്രൂപ്പ് ഒരു തീരുമാനം എടുക്കുമ്പോൾ എനിക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. അതിലായി സ്കൂൾ മുറ്റങ്ങളിൽ നിന്ന് കഞ്ചാവിന്റെയും രാസലഹരിയുടെയും ആദ്യ പാഠങ്ങൾ കുട്ടികളിലേക്ക് എത്തുകയാണ്. എന്ത് പ്രശ്നം കൊണ്ടാണ് അവർ ഈ ലഹരി ഉപയോഗിച്ചത്, അല്ലെ എന്ത് പ്രശ്നത്തിനാണ് അവർ ഇതിന്റെ പുറകെ പോയത്, അതിന്റെ കാരണം നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ആ കാരണം കണ്ടുപിടിച്ച് അതനുസരിച്ച് വേണം അവർക്ക് ഏത് തരത്തിലുള്ള ഇന്റർവെൻഷൻ ആണെന്ന് നമുക്ക് തീരുമാനിക്കാൻ പോലും സാധ്യമാകുകയുള്ളൂ. ഇപ്പോൾ മറ്റെന്തെങ്കിലും കാരണവശാൽ ഇപ്പൊ ജനിതകമായിട്ടോ അല്ലെങ്കിൽ വളർന്നു വന്ന സാഹചര്യത്തിലോ ഉണ്ടാകാവുന്ന എന്തെങ്കിലും വിഷാദമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉത്കണ്ഠയ്ക്കോ ഉള്ള ഒരു മരുന്നായിട്ട് അവർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ആ തലത്തിൽ ഉള്ള ചികിത്സ കൊടുക്കുകയാണ് വേണ്ടത്. 2, ഇപ്പൊ ക്യൂരിയോസിറ്റി ഉള്ള കുട്ടികളാണ്, എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കുട്ടികളാണെന്നുണ്ടെങ്കിൽ അതിന്റെ വരുംവരായിക പറഞ്ഞ് മനസ്സിലാക്കി ആ തരത്തിൽ അവരെ പിന്തിരിപ്പിക്കുകയാണ് വേണ്ടത്. അല്ല ഇപ്പൊ ഗാങ് ആക്ടിവിറ്റീസിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും ഇനിയും ഭാവിയിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഗാങ് ആക്ടിവിറ്റി അകപ്പെടാൻ സാധ്യതയുള്ള വ്യക്തിത്വം ഉണ്ടോ, അത്തരമുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നോക്കേണ്ടിയിരിക്കുന്നു. ഉദാഹരണത്തിന് പിരിപിരിപ്പുള്ള സ്വഭാവം അല്ലെങ്കിൽ അടങ്ങിയിരിക്കായ്മയുള്ള സ്വഭാവം ADHD എന്നൊക്കെ പറയും. അങ്ങനെയുള്ള കുട്ടികളൊക്കെയും ചെറുതിലെ തന്നെ അത്തരം സ്വഭാവ സവിശേഷതയുള്ള കുട്ടികൾ കൗമാരപ്രായം എത്തുമ്പോൾ അവർ ഈ ഗാങ് ആക്ടിവിറ്റീസിലേക്ക് തിരിയാനും ലഹരി ഉപയോഗത്തിലേക്ക് തിരിയാനും ഒക്കെയുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടുപലകയാണ് ഏത് തരത്തിൽ വേണം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു ഇന്റർവെൻഷൻ നൽകുക എന്നുള്ളത്. സിനിമാ സീനുകൾ മനഃപാഠമാക്കി പണി കൊടുക്കാൻ ഇറങ്ങുന്ന കുട്ടികൾ വളരുകയാണ് നമുക്ക് ചുറ്റും. ചില സിനിമകളും ചില ടെലിവിഷൻ പരിപാടികളും ചില സാഹിത്യങ്ങളും ഒക്കെ പോലെ മാരകമാണ് സമൂഹത്തിനെന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തിന് ചില സിനിമകളും ഉൾപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് വർത്തമാനകാലത്ത് വരുന്ന ചില സിനിമകളെ കുറിച്ചൊക്കെ വല്ലാത്ത ഒരു ആശങ്കയുള്ള ഒരാളാണ്. പല സിനിമകളും നമ്മൾ മനുഷ്യനിലെ ഹിംസാത്മകതകളെ മുഴുവൻ ഉണർത്തുന്ന, മനുഷ്യനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വന്യതയെയും മൃഗീയ വാസനകളെയും ഉണർത്തുന്ന, കൊലപാതകങ്ങളൊക്കെ വല്ലാത്ത ക്രൂര വിനോദങ്ങളായി ആഘോഷിക്കുന്ന സിനിമകൾ, സമകാലീന സിനിമകളെ കുറിച്ച് ചിലതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതൊക്കെ ഒരു അപകടകരമായ രീതിയിൽ പോവുകയാണ്. പെറ്റമ്മയെയും ഉറ്റവരെയും ഒക്കെ കൊന്നു തള്ളാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു തലമുറ. നാളെ ഈ നാട്ടിൽ എന്തും സംഭവിക്കാം. ഇത് അവസാനിപ്പിച്ചേ തീരൂ. സർക്കാർ തിരിച്ചറിയണം, ഇത് കുട്ടിക്കളിയല്ല, മരണക്കളിയാണ്.